ചെന്നു. അവിടെ ജനങ്ങൾ ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. അപ്പോൾ യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും എല്ലാം സൗഖ്യമാകുന്ന അവസ്ഥയാണ് തുടർന്ന് നാം ഇവിടെ കാണുന്നത്. നാം ഈ വായിച്ചു കേട്ടതായി ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇവിടെ മറഞ്ഞിരിക്കുന്ന ദൂത് എന്താണ്? ദൈവവചനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്തെങ്കിലുമൊക്കെ ദൂത് ഉണ്ടായിരിക്കും. ഈ സംഭവത്തിൽ എന്താണ് ദൂത്? കാര്യം ഇത്രമേ ഉള്ളൂ. കർത്താവ് നമുക്കൊരു മാതൃക വെച്ചിരിക്കുന്നു. പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ കർത്താവ് ഏകാന്ത സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാൻ പോയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാമും ഏകാന്തമായിരുന്നു പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഏകാന്തമായി പ്രാർത്ഥിക്കേണ്ട സാഹചര്യത്തിൽ പോലും പലപ്പോഴും ജനങ്ങള് അവരുടെ ആവശ്യങ്ങളുമായി നമ്മളെ സമീപിക്കുന്നു എങ്കിൽ അവരോട് കോപിക്കരുത്. പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടിയില്ല